He gonna take us to the hotel, right? Yes. All right, let's go. അപ്പോൾ ഇതാണ് നമ്മുടെ റൈഡ്, ഡ്രൈവ്. എൻ്റെ പൊന്നോ, ഇതെന്താ സാധനം! ഇതാണ് നമ്മുടെ വണ്ടി. സീൻ കോൺട്രയുള്ളത്. അപ്പോൾ നമ്മള് നമ്മുടെ ഹോട്ടലിലേക്ക്, എവിടെയാണ്? ഗൊനൻ ടക്സിം ഹോട്ടലിലേക്ക് നമ്മൾ പോവാണ്. പോകുന്നത് ഈ വണ്ടിയിലാണ്. ഫോർഡിന്റെ ഒരു കാരവാനാണിത്. ഹേ ഗായ്സ്, അപ്പോൾ നമ്മുടെ ഗൊനൻ ടക്സിം ഹോട്ടലിലാണ് നമ്മൾ ഇന്ന് അക്കോമഡേഷൻ എടുത്തേക്കുന്നത് കേട്ടോ. ഫസ്റ്റ് അക്കോമഡേഷൻ ഇസ് ഇൻ ഗൊനൻ ടക്സിം ഹോട്ടൽ. ഇത് ഇസ്താംബൂളിലാണ്. ഇസ്താംബൂൾ എയർപോർട്ടിൽ നിന്ന് ഒരു 45 മിനിറ്റ്സ് ഡ്രൈവ് ഉണ്ട്. എന്നിട്ട് അവിടെയാണ് ഞങ്ങളിപ്പോൾ എത്തിയിരിക്കുന്നത്. അപ്പോൾ റൂമൊക്കെ ഒന്ന് കാണിച്ചു തരാം കേട്ടോ. ഇപ്പോൾ ഫസ്റ്റ് തന്നെ റെസ്റ്റ് റൂം ഉണ്ട്, ഹീറ്റർ കാര്യങ്ങളെല്ലാം ഉണ്ട്. പിന്നെ ഒരു ഷവർ ഏരിയ, വെറ്റ് ഏരിയ ആയിട്ട് സ്പ്ലിറ്റ് ചെയ്തിട്ടുള്ള ഒരു ബാത്റൂമാണ്. പിന്നെ അവിടെ നിന്ന് വരുമ്പോൾ ഒരു മിറർ ഉണ്ട്. പിന്നെ അവിടെ നിന്ന് അകത്തേക്ക് വരുമ്പോൾ AC-യുടെ കൺട്രോൾ എല്ലാം ഉണ്ട്. സാധാരണ ഹോട്ടൽസിലുള്ള പോലെ തന്നെ കാണാനൊക്കെ ഒരു നല്ലൊരു ആംബിയൻറ്റ് അല്ലേ, ഒരു നല്ലൊരു ആംബിയൻസ് ഉണ്ട്. ചൂടായല്ലേ, ടെമ്പറേച്ചർ ഹീറ്റർ ഓൺ ആണ് കേട്ടോ, അതുകൊണ്ടാണ്. അതെ അതെ. പിന്നെ എന്തൊക്കെയാണ്? പിന്നെ നമുക്ക് ഒരു വാർഡ്രോബ്, പിന്നെ ഹീറ്റർ, സേഫ്റ്റി ലോക്ക്. ടയർഡായി ഓൾറെഡി. അപ്പോൾ ഇവിടെ ഒരു കിങ് ബെഡ്, പിന്നെ ഒരു ചെറിയ ബെഡ് അല്ലേ. പിന്നെ നമുക്കിവിടെ ബാൽക്കണി ഉണ്ട്, TV. ബാൽക്കണി ഓപ്പൺ ചെയ്ത് നോക്കിയാൽ എന്താവും നമുക്ക് നോക്കാം. ഗൊനൻ ഹോട്ടലിൻ്റെ താഴെ ഇത് സിറ്റി കേട്ടാ, അടിപൊളി. അപ്പോൾ ഇവിടെയാണ് നമ്മൾ അക്കോമഡേഷൻ എടുത്തേക്കുന്നത് കേട്ടോ. എവിടെയാണ്? ടർക്കിയിൽ ഇസ്താംബൂളിലാണ് കേട്ടോ. In the ancient world after the Circus Maximus in Rome. So the construction of the hippodrome started with the Septimius Severus times and finally completed with this Constantine the One era, the Constantine the Great era. And the one who came here first was the winner all the time. A real gold cauldron on it. And it was coming from Apollon Temple of Delphi, the Roman Empire. So we have lots of names like the important names like but because of the time damage we are not able to show that way. ഒരു ക്രിസ്ത്യൻ പള്ളിയായിരുന്ന ഹായ സോഫിയ 1453 ഓട്ടോമൻ സാമ്രാജ്യം കോൺസ്റ്റാന്റിനോപ്പിൾ കീഴടക്കിയപ്പോൾ അതൊരു മുസ്ലിം പള്ളിയായിട്ട് മാറി. പിന്നെ 1935 അതൊരു മ്യൂസിയമായിട്ട് പ്രഖ്യാപിച്ചെങ്കിലും 2020 വീണ്ടും ഒരു പള്ളിയായിട്ട് പ്രഖ്യാപിച്ചു. പണ്ട് ഓട്ടോമാൻ സുൽത്താന്മാരും പിന്നെ ബിസാന്തിയൻ ചക്രവർത്തിമാരൊക്കെ നടന്നുപോയ വഴികളിലൂടെയാണ് നമ്മളിപ്പോൾ ഈ നടന്നുകൊണ്ടിരിക്കുന്നത്, ഇടുങ്ങിയ വഴികളിൽ. ഈ കെട്ടിടം പണി കഴിപ്പിച്ച ആ കാലഘട്ടത്തിൽ ക്രൈസ്തവ വിശുദ്ധന്മാരുടെ ഒരുപാട് മൊസൈക്ക് ചിത്രങ്ങളായിരുന്നു ഈ കെട്ടിടം അലങ്കരിച്ചത്. പിന്നെ അത് 1453 ആയപ്പോൾ ഓട്ടോമാൻ കാലഘട്ടം വന്നപ്പോൾ അദ്ദേഹം അതെല്ലാം മാറ്റി അത് ഒരു മുസ്ലിം ടച്ചുള്ള ലിപികളൊക്കെ കൊണ്ട് കവർ ചെയ്ത് തുടങ്ങി. പിന്നെ അത് കഴിഞ്ഞ് 1935 മുതൽ 2020 വരെ വേറൊരു കാലഘട്ടം എത്തി. അപ്പോൾ ആ ടൈമിൽ ഇതെല്ലാം
റീസ്റ്റോർ ചെയ്യാനുള്ള ഒരു ഉത്തരവ് ഗവൺമെൻറ് പുറപ്പെടുവിച്ചു. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഈ പഴയ ഇമേജസും കാര്യങ്ങളെല്ലാം ഈ വാളിൻ്റെ പുറകിലുണ്ടായിരുന്ന ആ ഇമേജസ് എല്ലാം അവർ റീസ്റ്റോർ ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്തു. ആ സമയത്ത് ഒരു മുസ്ലിം പള്ളിയായിട്ട് നിലനിന്നിരുന്ന ഈ ഹയ്യ സോഫിയ മുസ്ലിംസിൻ്റെ ഈ ആരാധനാ സമയങ്ങളിലൊക്കെ അവർ ഈ ക്രിസ്ത്യൻ രൂപങ്ങളെല്ലാം കവർ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അവരുടെ ആരാധനകളൊക്കെ നടന്നുകൊണ്ടിരുന്നത്. പിന്നെ കാലക്രമേണ ഗവൺമെൻറ് അതൊരു മ്യൂസിയമായിട്ട് പ്രഖ്യാപിച്ചെങ്കിലും ഇപ്പോഴും അവരുടെ ആരാധനകളും കാര്യങ്ങളെല്ലാം അതേപോലെ തന്നെയാണ്. ഈ കാണുന്ന സർക്കിൾ സാധനങ്ങൾ ഇത് റിമൂവ് ചെയ്യാൻ പറ്റില്ല. കാരണം ഇത് റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ബിൽഡിംഗ് കംപ്ലീറ്റ്ലി നിലംപത്തും എന്നാണ് അറിയാൻ കഴിഞ്ഞത്. കാരണം ഇതിൻ്റെ ഈ ഓരോ കോളംസുമായിട്ട് ഡീപ്പായിട്ട് കണക്റ്റഡ് ആണ് ഈ കാണുന്ന ഈ അറബിക് ലിപിയിൽ എഴുതിയിരിക്കുന്ന സാധനങ്ങളുടെ. ഈ കാണുന്നതൊക്കെ പെയിൻറ്റഡ് അല്ല കേട്ടോ, ഇതൊക്കെ റിയൽ മാർബിൾ സ്റ്റോണാണ്. നമുക്ക് കാണുമ്പോൾ അതൊരു പെയിൻറ്റഡ് ആയിട്ട് തോന്നും, ശരിക്കും മാർബിളാണ്, പ്യുവർ മാർബിൾ ഉണ്ടല്ലേ. പിന്നെ ഈ ഒരു സ്ഥലത്ത് നിന്നുകൊണ്ടാണ് ഇവരുടെ കോൺവെർസേഷൻസ് എല്ലാം നടത്തുന്നത്. ഇവിടുത്തെ മെയിൻ എംപറർ ഇവിടെ നിന്നുകൊണ്ടാണ് ഇവർ ബാക്കിയുള്ളവരുമായിട്ട് സംസാരിക്കുന്നത് കേട്ടോ. ഹയ്യ സോഫിയയിൽ യേശുവിൻ്റെ രൂപം ഉണ്ടാക്കണം. ഈ കാണുന്ന രൂപമില്ലേ, ഇതൊരു ഏഞ്ചലായിരുന്നു കേട്ടോ നേരത്തെ. എന്നിട്ട് അവരത് മോസ്ക് ആക്കി കഴിഞ്ഞപ്പോൾ അത് കവർ ചെയ്ത് കളഞ്ഞതാണ്. ഇതുണ്ടല്ലേ, ഇതിവിടെ അവർ റീസ്റ്റോർ ചെയ്ത് രണ്ടാമത് ആ ഒരു ഫേസ് അവരെടുത്തതാണ് തിരിച്ച്. നമ്മളിപ്പോൾ നിൽക്കുന്നത് ഈ ഹഗ്യ സോഫിയയുടെ സെൻറ്ററിലാണ് കേട്ടോ. ഹഗ്യ സോഫിയയുടെ ഈ സെൻറ്ററിൽ ഇവിടെ നിന്ന് കഴിഞ്ഞാൽ ഈ നിൽക്കുന്ന സർക്കിളിൽ ഇവർ നിൽക്കുന്ന സർക്കിൾ ഇവിടെ സെൻറ്ററിൽ ഇവിടെ നിന്ന് കഴിഞ്ഞാൽ നമ്മൾ സൈലൻ്റ് ആയിട്ട് നിന്ന് കഴിഞ്ഞാൽ നമുക്ക് എല്ലാം കേൾക്കാം. ഈ ബിൽഡിങ്ങിൽ എന്താണ് സംഭവിക്കുന്നതെന്നും എല്ലാം ശ്രദ്ധിച്ച് കേൾക്കാൻ പറ്റും എന്നാണ് അവർ പറയുന്നത്. ഇതിവിടെയൊക്കെ റിയൽ ഗോൾഡായിരുന്നു. പിന്നെ ചില ആളുകൾ വന്ന് ആ ഗോൾഡെല്ലാം ഇവിടെ നിന്ന് പറിച്ചുകൊണ്ട് പോയതാണ്ടോ. ഇതുണ്ടല്ലേ, ഇവിടെ കംപ്ലീറ്റ് ഗോൾഡിൻ്റെ പ്ലേറ്റ്സ് ആയിരുന്നു ഈ കുരിശുള്ള സ്ഥലങ്ങളിലൊക്കെ. വീഡിയോയിൽ എത്രമാത്രം ക്ലിയർ ആണെന്ന് അറിയില്ല. ഈ ബിൽഡിങ്ങിന് ഒരു ചരിവുണ്ട്. കാരണം ഈ മെയിൻ ഡോമിൻ്റെ അവിടെ നമ്മൾ സെൻറ്ററിൽ കണ്ട മെയിൻ ഡോമിൻ്റെ വലിപ്പവും ഹെവിനെസ്സും കാരണം ഈ ബിൽഡിംഗ് ഒരു സൈഡിലേക്ക് ചരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഇതിൻ്റെ ഫ്ലോർ കണ്ടില്ലേ, ഇപ്പോൾ ഇവിടെ നിന്ന് വിസിബിളാണ്. ഈ ഒരു സൈഡിലേക്ക് ഒരു ചരിവ് കണ്ടില്ലേ. പിന്നെ ഈ ഫ്ലോറുമെല്ലാം ഒരു സൈഡിലേക്ക് കുത്തി കിടക്കുകയാണ്, ചെറിയൊരു കുഴി പോലെ ആയി കിടക്കുകയാണ്. ഹഗ്യ സോഫിയയിൽ നിന്ന് നമുക്ക് ഇവിടെ നടക്കാനുള്ള ദൂരമേ ഉള്ളൂ ഗ്രാൻഡ് ബാസാറിലേക്ക്. അപ്പോൾ ഗ്രാൻഡ് ബാസാറിലേക്ക് നമ്മൾ നടന്നു പോവാണ്ട.
ഓക്കെ, നമ്മളപ്പോൾ ടർക്കിഷ് ഗ്രാൻഡ് ബാസാറിൻ്റെ അകത്തേക്ക് പ്രവേശിക്കാൻ പോകണ്ട, അകത്തേക്ക് കയറാൻ പോവാണ്. അപ്പം നമ്മുടെ ഗൈഡ് പ്രത്യേകം പറഞ്ഞു ടർക്കിഷ് ഗ്രാൻഡ് ബാസാറിൻ്റെ, ഈ ഇസ്താംബൂളിലെ ഗ്രാൻഡ് ബാസാറിൻ്റെ അകത്തുനിന്ന് ഒരു സാധനം പോലും വാങ്ങിക്കരുത്, നമ്മൾ പറ്റിക്കപ്പെടും എന്നാണ് അവർ പറയുന്നത്. ഇതിന് തൊട്ട് പുറത്ത് നമുക്ക് ഇഷ്ടം പോലെ വാങ്ങിക്കാനുള്ള, എന്ത് വേണമെങ്കിലും വാങ്ങിക്കാനുള്ള ഇതേ സാധനങ്ങളൊക്കെ തന്നെ നമുക്ക് പുറത്ത് കിട്ടും, അവിടെ നിന്ന് വാങ്ങിക്കാനാണ് അവർ പറയുന്നത്. ഇതിലേ പോരെ, ഇതിലേ കയറുമ്പോൾ സെക്യൂരിറ്റി സേഫ്റ്റി ഇഷ്യൂ ഒക്കെ ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ അകത്തുനിന്ന് നമ്മളൊന്നും വാങ്ങിക്കുന്നില്ല, പുറത്തിറങ്ങി കഴിയുമ്പോഴാണ് സാധനങ്ങളൊക്കെ വാങ്ങിക്കാനുള്ളത് കേട്ടോ. പിന്നെ വാങ്ങിക്കണമെങ്കിലൊക്കെ വാങ്ങിക്കാം, പിന്നെ എല്ലാം ബ്രാൻഡഡ് ആ സാധനങ്ങളും, പിന്നെ അതേപോലെ തന്നെ നമുക്ക് പ്രൈസ് ടാഗ് എല്ലാം അതിൽ തന്നെ അതിൻ്റെ വില കാര്യങ്ങളൊക്കെ എഴുതിയിട്ടുണ്ടെങ്കിൽ നമുക്ക് വാങ്ങിക്കാം. അല്ലെങ്കിൽ പിന്നെ നമ്മൾ ഒരുപാട് ബാർഗെയിൻ ചെയ്യേണ്ടി വരും, പക്ഷേ നമുക്കതിന് നേരമില്ല. അപ്പോൾ അങ്ങനെയാണ് ഈ ഗ്രാൻഡ് ബാസാറിൻ്റെ കാര്യം. ബോസ ഗോൾഡ് ടർക്കിയിലെ ഗ്രാൻഡ് ബാസാറിലാണ് കണ്ട, കംപ്ലീറ്റ് ഗോൾഡാണ് ഇതൊക്കെ കണ്ട. ഓരോരോ ഏരിയാസാണ്, ഗോൾഡിൻ്റെ ഏരിയ, പിന്നെ സിൽവർ, അങ്ങനെ ഓരോന്നിനും ഓരോ ഏരിയാസാണ്. ഏറെക്കുറെ എല്ലാം ക്ലോസ് ബൈ ആണ് ഇവിടെ കേട്ടോ. ഹഗിയ സോഫിയ, പിന്നെ ഏതാണ് നമ്മൾ കയറിയത്, ബ്ലൂ മോസ്ക്, പിന്നെ ഗ്രാൻഡ് ബാസാർ, ഹിപ്പോഡ്രോം, ഇതെല്ലാം അടുത്തടുത്താണ്, നമുക്ക് നടന്നു പോകാനുള്ള ദൂരമുള്ളൂ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ലഞ്ചാണ്. നമ്മൾ ഹഗിയ സോഫിയ, ഗ്രാൻഡ് ബാസാർ, പിന്നെ എവിടെ പോയത്, ഹിപ്പോഡ്രോം, അതെല്ലാം കഴിഞ്ഞ് നമ്മൾ ഇന്നത്തെ ലഞ്ച് കഴിക്കാൻ പോകണ്ട. അപ്പോൾ നമ്മുടെ ബ്രെഡും സൂപ്പും വന്നു, അപ്പോൾ അത് നമ്മൾ കഴിക്കാൻ പോകണം.